ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബൈക്കിൽ ബോബോൻ്റെ ഒരു വയർലെസ് ചാർജർ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോബോൻ്റെ തന്നെ വയർലെസ് അല്ലാത്തൊരു USB ചാർജർ വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉള്ള. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റും ഈ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും ചാർജിങ് എത്രത്തോളം ഫാസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. നമ്മളെ വയർലെസ് ചാർജർ 15 വാട്ടിൻ്റെ ചാർജിങ് ആണ്. അതുപോലെ തന്നെ ഈ USB ചാർജർ വരുന്നത് ഫാസ്റ്റ് ചാർജിങ് ആണ്. ക്വിക്ക് ചാർജ് 3.0ൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇതിലും ഡിവൈസിനും ഒരു ഐഫോൺ എക്സ് വെക്കാം. നമുക്ക് രണ്ട് ഡിവൈസിലും ഐഫോൺ എക്സ് വെച്ചിട്ട് എത്രത്തോളം ഫാസ്റ്റിൽ രണ്ട് ഡിവൈസും ചാർജ് ആവുമെന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ഐഫോൺ എക്സ് ഉണ്ട്. നമുക്ക് രണ്ട് ഫോണും ഓരോ ഹോൾഡറിൽ വെച്ചിട്ട് നമ്മൾ ചാർജിങ് എത്രത്തോളം ഫാസ്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ രണ്ടും ഐഫോൺ എക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം സെയിം ഫോൺ ആയതുകൊണ്ട് നമ്മളെ ചാർജിങ്ങിൻ്റെ രീതിയും സെയിം ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഫോൺ നമുക്ക് നമ്മളെ ബോബോൻ്റെ USB ചാർജറിൽ വെക്കാം. ഈ USB ചാർജർ ക്വിക്ക് ചാർജ് 3.0 വരുന്ന ഒരു മോഡലാണ്. ഇനി അടുത്ത ഫോൺ നമുക്ക് നമ്മളെ വയർലെസ് ചാർജറിൽ വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം 2:42 ആണ്. ഫോണിൽ 1% ആണ് ചാർജ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്. ആ ഒരു സ്വിച്ച് പ്രസ് ചെയ്തപ്പോൾ നമ്മൾ ചാർജിങ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. 1% ആണ് ചാർജ് ഉള്ളത്. 2:42 ആണ് ടൈം. ഇനി നമ്മളെ USB ചാർജറിൽ നമുക്ക് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ചാർജറിൽ നമുക്ക് USB കേബിൾ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 2:43 ആണ് ടൈം. ഈ ഒരു ഫോണിൽ 12% ആണ് ചാർജ് ഉള്ളത്. അപ്പോൾ നമ്മൾ ലൈറ്റ്നിങ് കേബിൾ കണക്ട് ചെയ്തിട്ട് നമ്മളെ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു റൈഡ് പോയിട്ട് വരാം. റൈഡല്ല, ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എത്ര ചാർജ് കയറി എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്തതിന് ശേഷം വരാം. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്തി. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടൈം 3:01 ആണ്. നമുക്ക് എത്ര ചാർജ് ആയി എന്ന് നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ 31% ആണ് ചാർജ് ആയിട്ടുള്ളത്. അതായത് നമ്മൾ 2:43 ഇറങ്ങി ഇപ്പോൾ 3:01, അതായത് 18 മിനിറ്റോളം എടുത്തു ഈ ഒരു 31% ആവാൻ. അതായത് 16ൽ നിന്ന് 31, ഏകദേശം ഒരു 19%ഓളം ചാർജ് ആയിട്ടുണ്ട് നമ്മളെ USB ക്വിക്ക് ചാർജിങ്ങിൽ വരുന്നത്. ഇനി നമ്മൾ വയർലെസ് ചാർജിങ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടൈം 3:02 ആണ്. നമ്മളെ ചാർജ് എത്ര ആയി എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ചാർജ് 16% ആണ് ചാർജ് ആയിട്ടുള്ളത്. അതായത് 1 to 16%. അതും ഏകദേശം 19 മിനിറ്റ് കൊണ്ടാണ് ഈ 16%. അപ്പോൾ രണ്ടിലും ഏകദേശം ഒരു 1 മിനിറ്റിൽ 1% വെച്ചിട്ട്. ഇപ്പോൾ USB ചാർജറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ആവും. ഫാസ്റ്റ് ചാർജർ പൊതുവേ 1 ഹവറിനുള്ളിൽ ചാർജ് ആവും. അപ്പോൾ ഈ ഒരു ബാറ്ററി കണക്റ്റഡ് ആയതുകൊണ്ട് ചിലപ്പം ടൈം എടുക്കുമായിരിക്കും. അതാണ് ഒരു ഡിഫറൻസ് കാണിക്കുന്നത്. വയർലെസ്സും ഏകദേശം സെയിം ആണ്. അപ്പോൾ ഈ ഒരു രണ്ട് പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. രണ്ടിൻ്റെയും ചാർജിങ് ടൈം ഏകദേശം സെയിം ആണ്. പക്ഷേ നമ്മളെ USB ചാർജറാണ് ഒന്നും കൂടി നമ്മളെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്തിന് സേഫ് ആയിട്ടുള്ളത്. ഈ ഒരു വയർലെസ് ചാർജർ എന്ന് പറയുന്നത് ഫോണിൽ ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. അതൊരു നമ്മളെ ബാറ്ററി ഹെൽത്തിന് തീരെ സേഫ് അല്ല, നല്ലതല്ല. പക്ഷേ ഞാൻ ഈ ഒരു ബൈക്കിൽ ഈ ഒരു വയർലെസ് ചാർജർ യൂസ് ചെയ്യാനുള്ള കാരണം നമ്മൾ ഫുൾ ടൈം എപ്പോഴും യൂസ് ചെയ്യണില്ല. കാരണം നമ്മൾ അർജൻറ്റായിട്ട് ഇങ്ങനെ ബൈക്ക് എടുത്ത് പോകുമ്പോൾ നമ്മൾ ഫോണിൽ ചാർജ് കുറയുകയാണെങ്കിൽ അത്യാവശ്യമുള്ള ടൈമിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു USB കേബിൾ എപ്പോഴും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ USB കേബിളൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ട്. അത്യാവശ്യം ചാർജ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ചാർജ് ചെയ്യുള്ളൂ. പിന്നെ അത്യാവശ്യം ഫാസ്റ്റുമാണ്. നമ്മൾ വീട്ടിലാവുന്ന ടൈമിലൊക്കെ നമുക്ക് USB ചാർജർ വെച്ചിട്ട് തന്നെ ചാർജ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇങ്ങനെ ബൈക്ക് എടുത്ത് പോകുമ്പോൾ മാത്രം ഇതിൽ യൂസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യണത്. ആ ഒരു ഈസി യൂസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു ഇതിൽ വയർലെസ് ചാർജർ നമുക്ക് പൊതുവേ ഫോൺ ഹീറ്റ് ആവും. പക്ഷേ ഇത് ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. നമ്മൾ നെറ്റൊക്കെ ഓൺ ആക്കിയിട്ട് ഗൂഗിൾ മാപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഹീറ്റ് ആവണുള്ളൂ. അല്ലാതെ നമ്മൾ ഫോൺ ഓഫ് ആക്കിയിട്ട് ചാർജ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.